ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു നല്ല നാടൻ കറി ആയാലോ. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന അമരയ്ക്കയും പിന്നെ മാന്തൾ മീൻ അല്ലെങ്കിൽ നങ്കി മീൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പാലക്കാട് ഏരിയയിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ട്രൈ ചെയ്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇല്ല, ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ. ഒരു വെറൈറ്റി കറിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള അമരയാണ്. ഇതധികം വലിപ്പമില്ലാത്തൊരു അമരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അധികം മൂക്കാത്തതും കുരു നല്ല മൂത്ത് വരാത്തതായിട്ടുള്ള ഒരു പരുവത്തിലുള്ള അമരയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 2 പീസാക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ 3 പീസ്. അത് അമരയുടെ വലിപ്പം അനുസരിച്ച് ആക്കാം. അതിന് ശേഷം വേവിക്കാൻ വയ്ക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിളച്ച് വരും വരെ വയ്ക്കുക. അപ്പോഴേക്ക് നമുക്ക് മീനൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. നല്ലപോലെ വാഷ് ചെയ്ത മീനാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയണമെന്നുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ നങ്കി മീൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിക്കട്ടിയുള്ള ഭാഗം നമ്മൾ കറിയിലാക്കി ഇടാനായിട്ട് എടുക്കുന്നുണ്ട്. ദശക്കട്ടിയുള്ള ഭാഗം, തൊലിക്കട്ടിയല്ല ദശക്കട്ടിയുള്ള ഭാഗം കേട്ടോ. കാരണം ഞാൻ അധികം ദശക്കട്ടി ഇല്ലാത്ത മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തലഭാഗം നമ്മൾ കറിയിലിടാനും വാല് ഭാഗം വറുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ തിളച്ച് വന്ന കറിയിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നല്ല പോലെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെന്ത് വന്ന ശേഷം നമ്മൾ അരപ്പിനുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് എത്രയാണോ കറിക്ക് ആവശ്യമുള്ള തേങ്ങ അതും കുറച്ച് ചെറിയുള്ളി എടുത്ത് നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം വെന്ത് വന്ന അമരയിലേക്ക് ഈ അരപ്പ് ചേർത്തി. അരപ്പെന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ കറി യൂസ് ചെയ്യുന്നത്, തിക്ക് വേണ്ടവരുണ്ടാവും, ഇല്ല വെള്ളം പോലെ വേണ്ടവരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അരപ്പ് ചേർത്ത് മിക്സാക്കി എടുക്കുക. നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് മാന്തൾ മീനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ മീനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. ഉണക്കമീനായതുകൊണ്ട് തന്നെ വേകാൻ അധികം സമയമൊന്നും വേണ്ട. ഒന്ന് തിളച്ചാൽ തന്നെ അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നല്ല പോലെ തിളച്ച ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നല്ല പോലെ അടച്ച് വെക്കുക കേട്ടോ. ഇത് നല്ല ചൂടുള്ള ചോറിലൊക്കെ കൂട്ടി ഉണ്ണാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നാടൻ വിഭവമായിട്ട് വരുന്നവരെ നമുക്ക് കാണാം.